അറിവില്ലെന്നറിയില്ല. എല്ലാവരുടെയും വിചാരം ഞങ്ങൾക്ക് അറിവൊക്കെ ഉണ്ട്, കാരണം നമ്മളെല്ലാം പള്ളിക്കൂടത്തിൽ പോയതാണ് അല്ലേ, പഠിച്ചവരല്ലേ നമ്മളെല്ലാം. അപ്പോൾ പിന്നെ അറിവില്ലെന്ന് പറയുന്നത് ശരിയാണോ എന്ന് കരുതി എല്ലാവരും അറിവുള്ളവരായി ഭാവിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. തെറ്റായ അറിവുകളെ പിന്തുടർന്ന് പോവുക. ആ അറിവില്ലെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ ഒരാൾക്ക് അറിവ് നേടാൻ കഴിയൂ. കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുടം ഒന്ന് തിരിച്ചു വെക്കണ്ടേ? അങ്ങനെ തിരിച്ചു വെക്കുന്ന അവസ്ഥയാണ് ഇവിടെ വന്നാൽ ലഭിക്കുക. ഈ ഗൗരവമുള്ള അസുഖത്തിന് പുറമെ പ്രഷറും പ്രമേഹവും ഉണ്ടായിരുന്നു വന്നപ്പോൾ. പ്രഷർ ഉണ്ടായിരുന്നു, പ്രമേഹം ഉണ്ടായിരുന്നു. അതിൻ്റെ മരുന്നുകൾ പോലും ആദ്യ ദിവസം തന്നെ നിർത്തി. ഇത്രയധികം മരുന്ന് കഴിച്ച് കിഡ്നിക്ക് ലോഡായതുകൊണ്ടാണ് കാലിൽ നീര് വന്നത് അല്ലേ? ആ കാലിൽ നീരിപ്പുണ്ടോ? ആ കാലൊന്ന് കാണിച്ച്. ഞാനിവിടെ വന്നപ്പോൾ പ്രഷറിനുള്ള മരുന്ന്, ഷുഗറിനുള്ള മരുന്ന്, കൊളസ്ട്രോളിനുള്ള മരുന്ന്, പിന്നെ നെഞ്ചിടിപ്പിന് കുറയാനുള്ളൊരു മരുന്ന്. അതുകൂടാതെ വർഷങ്ങളോളം ഞാനൊരു ആസ്മാരോഗിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ ഡോക്ടർമാരുടെ സമീപനം. സാധാരണ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ രാവിലെ ഒരു അഡ്മിഷൻ്റെ സമയത്തൊന്ന് വന്ന് മരുന്ന് കുറിച്ചങ്ങ് പോകും. പിന്നെ ഡോക്ടറും രോഗിയുമായിട്ടൊരു ബന്ധമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡോക്ടറും രോഗികളുമായിട്ട് നല്ല ബന്ധം. ഒരു രോഗിയുടെ സർവ്വകാര്യങ്ങളും ആ ഡോക്ടർക്ക് അറിയാം. ഡെയിലി ഷുഗർ കുറഞ്ഞു വരുന്നു, പ്രഷർ കുറഞ്ഞു വരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ട് ഇനി ഒരിക്കലും മരുന്നില്ലാതെ ഞങ്ങളുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. നമസ്കാരം. നവജീവനം നേച്ചർ ലിവിങ് ഹോമിൽ ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി എത്തിയതാണ് ശ്രീ മത്തായി അവർകളും അദ്ദേഹത്തിൻ്റെ സഹോദരി ലീലാമ്മയും. ഇവിടെ ഇപ്പോൾ ഏകദേശം 1 മാസമായി എത്തിയിട്ട് അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അതെന്തൊക്കെയാണ്, ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റം എന്താണ്, അതും അദ്ദേഹത്തിൻ്റെ സഹോദരി ലീലാമ്മയ്ക്കും കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മരുന്നും ചികിത്സയും കൂടാതെ ഒരു ചികിത്സാ കേന്ദ്രമല്ല നവജീവനം നേച്ചർ ലിവിങ് ഹോം, മറിച്ച് രോഗങ്ങൾ എന്തുകൊണ്ടാണ് സംജാതമായത് എന്ന് കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കി രോഗമില്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരിടമാണ് നവജീവനം നേച്ചർ ലിവിങ് ഹോം. കോട്ടയം ജില്ലയിലെ വെള്ളൂർ, വൈക്കം താലൂക്കിലെ വെള്ളൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ നവജീവനം നേച്ചർ ലിവിങ് ഹോമിങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീ മത്തായി, നമസ്കാരം. താങ്കൾ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്? എന്താണ് കാരണം? എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഡോക്ടർമാരുടെ ഡയഗ്നോസിസ് അനുസരിച്ച് അതെനിക്ക് ശ്വാസകോശത്തിലാണ് ബാധിച്ചത്. മറ്റു പലർക്കും മറ്റ് അവയവങ്ങളിൽ വരാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആദ്യം ശ്വാസകോശത്തിലെ നോഡ്സ് എൻലാർജ് ചെയ്തു. അതിനുശേഷം അത് ഫൈബ്രോസിസ് ആയിട്ട് മാറി. അത് മുഖാന്തരം ശ്വാസം മുട്ടും, ചുമ നിരന്തരം. അതാണ് ആവശ്യത്തിന് ശ്വാസം കിട്ടാതെ വരിക, നിരന്തരം ചുമയും. ഇതായിരുന്നു പ്രധാന ലക്ഷണങ്ങൾ. ഒരു 7 വർഷം മുമ്പ് ആണ് ഇത് ഇന്ന അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ. എത്ര വർഷമായി പ്രശ്നം ഉണ്ടായിട്ട്? അത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് ഉണ്ടായിരിക്കും. തടസ്സം ഉണ്ടാകാൻ തുടങ്ങിയത് എപ്പോഴാണ്? അതിനു മുമ്പ് അനുഭവപ്പെട്ടിരുന്നില്ല. അതായത് 7 വർഷം മുമ്പാണ് ശ്വാസ തടസ്സം തുടങ്ങിയത്. അന്ന് ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പരിശോധിച്ചപ്പോഴാണ് ഇന്ന അസുഖമാണെന്ന്. അതായത് ഫൈബ്രോസിസ് എന്നാണ് തുടങ്ങിയതെന്ന് അറിയില്ല. ഇല്ല, അത് ഈ രോഗത്തിന്റെ പുരോഗതിയിൽ പിന്നീടാണ് ഡയഗ്നോസ് ചെയ്തത്. അതെ, ആ 7 വർഷമായി ഇതിന് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. 7 വർഷമായി മരുന്നുകൾ കഴിക്കുന്നു. ഏകദേശം എത്ര മരുന്നുകൾ ഉണ്ടാവും ഒരു ദിവസം? 8 ഗുളികകളും പിന്നെ ആ കൂടെ ചില വൈറ്റമിൻ സപ്ലിമെന്റ്സും കൂടെ കഴിച്ചിരുന്നു. 8 ഗുളികകൾ സ്ഥിരമായി കഴിച്ചിരുന്നു. പിന്നെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് കഴിക്കണം. ഈ ഗുളികകളും മരുന്നുകളും ഒക്കെ കഴിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഡെഫിഷ്യൻസികൾ, അതായത് ശരീരത്തിൻ്റെ ദഹന സംവിധാനത്തിനുണ്ടാകുന്ന തകരാറ് മൂലമുണ്ടാകുന്ന ഡെഫിഷ്യൻസികളെ പരിഹരിക്കാനാണ് വിറ്റാമിൻ ഗുളികകൾ നമ്മൾ ഉപയോഗിക്കുന്നത്.
ആ സപ്ലിമെൻറ്റുകൾ അതെ. അത് ഉപയോഗിച്ചിരുന്നു. പിന്നെ മറ്റെന്തൊക്കെ ചികിത്സയാണ് ചെയ്തത്? പിന്നെ ഇൻഹലേഷൻ മരുന്ന് ചെയ്തിരുന്നു. ഇൻഹലേഷൻ മെഡിസിൻസ് ഉം. അത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് പിന്നെ പിന്നെ ഒരു യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചില്ലേ? വർഷമായിട്ട് യന്ത്രങ്ങളൊക്കെ ഒരു വർഷമായിട്ട് ഓക്സിജൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഓക്സിജൻ യന്ത്രസഹായത്തോടുകൂടി കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞ മെഷീൻ മേടിച്ച് അത് നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതില്ലാതെയാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടുവന്നത്. അതെ. അങ്ങനെ അതുകൂടാതെ ഹോമിയോ ചികിത്സ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ആയുർവേദം നോക്കിയിട്ടുണ്ട്. ഇതിലൊന്നും രോഗത്തിന് യാതൊരു വ്യത്യാസവും വന്നില്ല. പ്രകൃതി ചികിത്സയ്ക്ക് പോയില്ല? പ്രകൃതി ചികിത്സയ്ക്ക് പോയില്ല. അതിന് പോയിട്ടില്ല. പ്രകൃതി ചികിത്സയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. ഇത് പ്രകൃതി ചികിത്സാ കേന്ദ്രമാണോ? അല്പസ്വല്പം വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പോയിട്ടില്ല. അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നവജീവനം ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രകൃതി ചികിത്സാ കേന്ദ്രമല്ല. പ്രകൃതി ചികിത്സ അടക്കമുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് രോഗം വരാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ജീവിതശൈലിയിൽ എന്തൊക്കെയാണോ നമ്മുടെ രോഗകാരണമായി നമ്മൾ തുടർന്നു വരുന്നത് അത് മാറ്റിത്തീർത്ത് അതിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് രോഗാവസ്ഥകളെ തരണം ചെയ്യുക, ആരോഗ്യത്തോടെ ജീവിക്കുക. ഇതാണ് ഈ നവജീവനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. അത് താങ്കൾ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും മരുന്ന് ചികിത്സകൾ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലിറക്കി കിടത്തുക അങ്ങനെയുള്ള എന്തെങ്കിലും പ്രകൃതി ചികിത്സാ രീതികൾ പോലും ചെയ്തിരുന്നോ? എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതുതന്നെയാണ്. യാതൊരുവിധ മരുന്നുകളോ ട്രീറ്റ്മെൻറ്റുകളോ ഇവിടെ നിന്ന് എനിക്ക് തന്നില്ല. ജീവിതശൈലി മാറ്റുക, ഭക്ഷണം കുഴച്ച് ശരീരത്ത് തേക്കുക, അങ്ങനെയുള്ള തിരുത്തി ആവി കയറ്റുക, ആവി ശ്വസിപ്പിക്കുക, ഇതെന്തെങ്കിലും ഇവിടെ ചെയ്തോ? അതൊന്നും ചെയ്തിട്ടില്ല. ഭക്ഷണ രീതി മാറ്റുക, ജീവിതശൈലി തിരുത്തുക, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അത്യാവശ്യം വ്യായാമവും അതെ, പിന്നെ ഭക്ഷണ രീതിയിലുള്ള തെറ്റായ കാര്യങ്ങളും ഒഴിവാക്കി അത്യാവശ്യ വ്യായാമം കൊടുത്തു. അതായത് ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് മനുഷ്യ രോഗങ്ങളുടെ 90% കാരണങ്ങളും. നമുക്ക് തെറ്റായ പോഷകങ്ങളെ ശരീരത്തിൽ നിന്ന് വിസർജിച്ച് കളയാൻ കഴിയാതെ അല്ലെങ്കിൽ തെറ്റായ പോഷകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ചുണ്ടാക്കുന്ന തകരാറുകൾ മൂലമാണ് രോഗാവസ്ഥകളെല്ലാം സംജാതമാകുന്നത്. അത് പരിഹരിക്കാൻ തെറ്റായ ഭക്ഷണ രീതി ഒഴിവാക്കുക, അതാണല്ലോ ഇവിടെ ഉണ്ടായത്. താങ്കൾ രോഗാവസ്ഥ മൂലം ഒഴിവാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച ഭക്ഷണങ്ങളൊക്കെ അല്ലേ ഇവിടെ തന്നുകൊണ്ടിരുന്നത്? അല്ലേ? പച്ചവെള്ളം കുടിക്കരുതെന്നല്ലേ പറഞ്ഞത്? നമ്മളുടെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് പച്ചവെള്ളം കുടിച്ചാൽ ഈ ശ്വാസം മുട്ടൽ കൂടും എന്ന് ഉള്ള ആ ധാരണ വെച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ചൂടുവെള്ളം മാത്രം കുടിക്കുകയും ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എത്ര വർഷമായിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചു? അത് അനേക വർഷങ്ങളായി ചൂടുവെള്ളത്തിൽ കുളിച്ച ആള് ഇവിടെ വന്നിട്ട് പച്ചവെള്ളത്തിൽ കുളിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ഇന്നും പച്ചവെള്ളത്തിലല്ലേ കുളിച്ചേ? ഇന്ന് കുളിച്ചില്ല. അപ്പൊ ഇന്നലെ കുളിച്ചത് പച്ചവെള്ളത്തിൽ. ഇന്നിപ്പോൾ രാവിലെ 7 മണി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ പച്ചവെള്ളത്തിൽ കുളിച്ചു, പച്ചവെള്ളം കുടിച്ചു, പിന്നെയോ തണുപ്പ് ഭക്ഷണങ്ങളാണെന്ന് പറഞ്ഞ് മനുഷ്യൻ ഒഴിവാക്കുന്ന പഴവർഗ്ഗങ്ങൾ കഴിച്ചു, ഇല്ലേ? ഇതെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ ശ്വാസം മുട്ടൽ കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അദ്ദേഹം പൂർണ്ണമായ രോഗവിമുക്തി നേടിയിട്ടില്ല. കാരണം ഇവിടെ വന്നിട്ട് 1 മാസക്കാലം തന്നെ ആയിട്ടുള്ളൂ. 24 ദിവസമേ ആയിട്ടുള്ളൂ. ആ 24 ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളല്ല ഇദ്ദേഹത്തിനുള്ളത്. മറിച്ച് കുറഞ്ഞത് ഒരു 6 മാസക്കാലമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റി തീർക്കാൻ വേണ്ടി ആവശ്യമായി വരും. പക്ഷേ ഇദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് പല കാര്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇനിയും തുടർന്ന് കിടക്കുന്നതിന്, ഇവിടെ താമസിക്കുന്നതിന് അസൗകര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഈ അടുത്ത ദിവസം നവജീവനത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട്
അദ്ദേഹത്തിൻ്റെ ഇവിടെ ശീലിച്ച ജീവിതശൈലി വീട്ടിൽ പോയി തുടർന്ന് രോഗാവസ്ഥകളെ മാറ്റിത്തീർക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? അതെ. അതിനുവേണ്ടി എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് നവജീവനം. ഉവ്വ. തീർച്ചയായും ഇവിടെ ശീലിച്ചത് നമ്മൾ കാലങ്ങളായി തലമുറകളായി തന്നെ മനുഷ്യൻ ശീലിച്ചു വന്ന തെറ്റായ ശീലങ്ങളെ ഒഴിവാക്കിയിട്ട് ശരിയായ ജീവിതശൈലി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് ശീലിച്ചത്, അല്ലേ? അത് തുടരാൻ കഴിയും എന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഭക്ഷണശീലങ്ങളെല്ലാം തുടരാൻ കഴിയുന്നത് തന്നെയാണ്. ഈ ഉപവാസം വീട്ടിൽ ചെന്നാൽ തുടരാൻ കഴിയും, പക്ഷേ ഉപവസിക്കുമ്പോൾ രോഗാവസ്ഥയുള്ള ഒരാൾ ആരുടെയെങ്കിലും നിരീക്ഷണത്തിൽ ഉപവസിക്കുന്നതാണ് നല്ലത്. സാധാരണ ആരോഗ്യ പ്രശ്നമില്ലാത്ത ഒരാൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ ഉപവസിക്കാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, എല്ലാ ദിവസവും 16 മണിക്കൂർ ഭക്ഷണം ഒഴിവാക്കി ജീവിക്കുന്ന ജീവിതശൈലി, ആ ശൈലിയും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തുടർന്നു കൊണ്ടുപോകാൻ കഴിയും. അല്ലാത്ത ഉപവാസങ്ങൾ രോഗാവസ്ഥയുള്ളവർ ഒരു കാരണവശാലും സ്വയമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ നിരീക്ഷണത്തിലോ ഉപവസിക്കാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടുകാരുടെ നിരീക്ഷണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവിതശൈലിയെക്കുറിച്ച് അറിവില്ലാത്ത വീട്ടുകാരുടെ, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. കാരണം രോഗാവസ്ഥകൾ ശരീരത്തെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശരീരം തന്നെ സൃഷ്ടിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയും കേടുപാടുകൾ തീർക്കുന്ന ഒരു റിപ്പയറിങ്ങും ആണ്. ആ സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവാം. ആ സമയത്ത് ഭയമുണ്ടായി എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ച് വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിരീക്ഷണത്തിൽ ഉപവസിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് താങ്കൾക്കാണെങ്കിലും ഇനി ഉപവസിക്കുമ്പോൾ കുറച്ച് ദിവസം ഇവിടെ വീണ്ടും വന്ന് കിടന്നിട്ട് ഉപവസിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത്, ഉപവാസം എടുക്കുന്ന സമയത്ത് ശരീരം ജീവശക്തിയെ വീണ്ടെടുക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ വളരെ എന്തോ രോഗമാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ആള് മരിച്ചു പോകും എന്ന് വരെ തോന്നും. വയറിളകി പലപ്പോഴും, പലവട്ടം വയറിളകി, പലവട്ടം ഛർദിച്ചു. ഇതെല്ലാം ഈ ശരീരത്തിന്റെ ശുദ്ധീകരണമാണെന്ന് തിരിച്ചറിയാത്ത സാധാരണ മനുഷ്യർ ഇത് കാണാനിട വന്നാൽ അവർ ചെയ്യുന്നത് ഉപവാസത്തിലിരിക്കുന്ന ആളെ വളരെ വേഗം ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി വളരെ ശക്തിയേറിയ മരുന്നുകൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഉപവാസത്തിലിരിക്കുകയും ശരീരം എല്ലാവിധ പോരായ്മകളെയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ, ആ സമയത്ത് ഇത്തരം മരുന്നുകൾ മരണകാരണം പോലും ആയേക്കാം. ആൾ പെട്ടെന്ന് മരണപ്പെടാൻ വരെ ഇടയുണ്ട്. കാരണം ആശുപത്രിയിൽ അപ്ലൈ ചെയ്യുന്ന മരുന്നുകൾ ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന ഒരാളുടെ ശരീരത്തിന് യോജിച്ച മരുന്നുകളായിരിക്കും. അങ്ങനെയുള്ളവരിൽ പരീക്ഷിച്ച മരുന്നുകളാണ് ആശുപത്രികളിൽ തരിക. പക്ഷേ നമ്മളവിടെ എത്തിയത് എങ്ങനെയാ? ഉപവാസത്തിലാണ്. ആ സമയത്ത് ഈ മരുന്നുകളുടെ കാഠിന്യത്തെ ശരീരത്തിന് ചിലപ്പോൾ താങ്ങാൻ കഴിയാതെ മരണപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഉപവാസം എടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉപവാസം ഒരു സിദ്ധൌഷധമാണ്. ഏത് രോഗങ്ങളും മാറ്റാൻ ഏറ്റവും ഫലപ്രദമായ ലോകത്തിലെ ഒരേയൊരു മാർഗമാണ് ഉപവാസം. ആ ഉപവാസം മഹത്തായ ആ പ്രക്രിയയെ അപകടമാക്കാനും നമുക്ക് കഴിയും. കാരണം ആ സമയത്ത് വളരെ പൂർണ്ണമായ വിശ്രമത്തിലായിരിക്കണം. ഉപവസിക്കുന്നത് ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ ഒരു നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ വിശ്രമം നൽകുന്നതിന് വേണ്ടിയാണ്. ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ആന്തരാവയവങ്ങൾക്ക് കൂടുതൽ
പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് നിരീക്ഷണത്തിൽ മാത്രം ഉപവസിക്കുക. സാധാരണ ഉപവാസങ്ങളൊക്കെ ആളുകൾ എടുക്കുന്നുണ്ട്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം മാത്രം കുടിച്ച് കഴിയുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് ഇരിക്കുക എന്ന് മാത്രമല്ല ഉപവാസം, മറിച്ച് പരിപൂർണമായ വിശ്രമം, നമ്മുടെ ചിന്തകൾക്ക് പോലും വിശ്രമം കൊടുക്കുക. വായന, ടി വി കാഴ്ച, മൊബൈൽ ഫോണിൽ കാഴ്ചകൾ കാണൽ, അതുപോലെ ഫോണിൽ സംസാരിക്കൽ, മറ്റുള്ളവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കൽ, ഇതടക്കമുള്ള എല്ലാ പ്രവൃത്തികൾക്കും അവധി കൊടുത്തുകൊണ്ട് വിശ്രമിക്കുന്ന അവസ്ഥയാണ് ഉപവാസം. ആ ഉപവാസത്തെ അത്തരം അവസ്ഥയിൽ മാത്രം സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ പരിശീലിച്ചിട്ടുള്ളത്, അല്ലേ? നിങ്ങൾക്ക് വേറെ ഒരു ജോലിയും തന്നില്ലല്ലോ, അവിടെ കിടന്നോളാനല്ലേ പറഞ്ഞുള്ളൂ. അതിനുശേഷം അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് വയറിളക്കം ഉണ്ടായി, അല്ലേ? വയറിളക്കം ഉണ്ടായി എന്ന് പറയുമ്പോൾ വളരെ അപകടകരമായൊരു രോഗമായിട്ടാണ് വയറിളക്കത്തെ നമ്മുടെ സമൂഹം, നമ്മുടെ ആരോഗ്യ വിദഗ്ധരൊക്കെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? വയറിളകിയാൽ ചത്തുപോകും, ഇതാണ് എല്ലാവരും ഭയപ്പെടുന്നത്. എന്നിട്ട് താങ്കൾക്ക് വയറിളക്കം ഉണ്ടായപ്പോൾ വയറിളക്കത്തെ പിടിച്ചു നിർത്താനാണോ ശ്രമിച്ചത്, അതോ വയറിളകി പോകാനാണോ? ഡോക്ടർ പറഞ്ഞു വയറിളകിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം വയറിളകി പോകുന്നത് എന്താ? നമ്മൾ കണ്ടാലറയ്ക്കുന്നതും ദുർഗന്ധമുള്ളതുമായ നിരന്തരം മെഡിസിൻ ഉപയോഗിച്ചവർക്ക് ആ വയറിളകി പോകുമ്പോൾ ഉണ്ടാകുന്ന മെഡിസിൻ്റെ മണം പോലും നമ്മളെ വിളിച്ചറിയിക്കുന്നത് ശരീരത്തിൽ നിന്ന് അത്യാവശ്യമായി പുറന്തള്ളേണ്ട വസ്തുക്കളെ പുറത്തു കളയാൻ ശരീരം ശ്രമിക്കുന്നു എന്നാണ്, അല്ലേ? അപ്പോൾ അത് നല്ലതാണോ ചീത്തതാണോ? വയറിളകുന്നത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. വയറിളക്കം വളരെ നല്ല ഒരവസ്ഥയാണ്, അല്ലേ? പിന്നെന്താ സംഭവിച്ചത്? ഛർദ്ദിച്ചു. ഉയ്യോ, ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആന്തരാവയവങ്ങളൊക്കെ ചിലപ്പോൾ ഛർദ്ദിച്ച് പുറത്തു പോകും എന്നാണ് ആളുകൾ ഭയക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ശരീരത്തിലെ ഏറ്റവും അപകടകരമായി പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്ന കഠിനമായ വിഷങ്ങളെയാണ് ഛർദ്ദിച്ച് കളയുന്നത്. ആ കഠിനമായ വിഷങ്ങളെ ഛർദ്ദിച്ച് കളയാൻ ശ്രമിക്കുമ്പോൾ സാധാരണ ചികിത്സകർ എന്താ ചെയ്യുക? അയ്യോ, അത് പുറത്തു പോകാൻ പാടില്ല, അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻസ് അപ്ലൈ ചെയ്യും. അത് താങ്കൾക്ക് ചെയ്തോ? ഇല്ല. ഇവിടെ ഒരു മെഡിസിനും ഉപയോഗിക്കുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ ഛർദ്ദിച്ചു പോകാൻ അനുവദിച്ചു. ഛർദ്ദിച്ചതിന് നല്ല രുചിയുണ്ടായിരുന്നോ? ഛർദ്ദിച്ച് വായു കഫം. കഫം എന്ന് പറഞ്ഞാൽ ആ കഫം വർദ്ധിക്കാൻ കാരണം ശരീരത്തിൻ്റെ ടോക്സിസിറ്റിയാണ്. ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങൾക്ക് തകരാറുണ്ടാക്കാൻ സാധ്യതയുള്ള മാരകമായ വിഷഘടകങ്ങളെ കഫത്തിൽ പൊതിഞ്ഞ് സുരക്ഷിതമായി രക്തത്തിൽ കലരാതെ സൂക്ഷിച്ചു വെച്ച്, അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ അളവ് കൂടുന്തോറും കഫത്തിൻ്റെ അളവും കൂടുന്നു. ആ കഫം ഛർദ്ദിച്ച് പുറത്തു പോകുന്നതല്ലേ നല്ലത്? അത് പോയപ്പോഴല്ലേ ആശ്വാസം കിട്ടിയത്, അല്ലേ? താങ്കൾക്ക് 10-24 വർഷമായിട്ടുള്ള രോഗാവസ്ഥകൾ, 7 വർഷമായിട്ടുള്ള ഗുരുതരമായ രോഗാവസ്ഥകൾ, കഴിഞ്ഞ 1 വർഷമായിട്ട് ഓക്സിജൻ കൃത്രിമമായി ശ്വസിക്കുന്ന യന്ത്രസഹായത്തോടെ മാത്രം ജീവിച്ച ശ്രീ മത്തായി ആശ്വാസം ലഭിച്ചത് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴല്ലേ, അല്ലേ? അപ്പോൾ ഛർദ്ദിക്കുന്നത് നല്ലതല്ലേ, അല്ലേ? അതെ. ഈ ഗൗരവമുള്ള അസുഖത്തിന് പുറമെ പ്രഷറും പ്രമേഹവും ഉണ്ടായിരുന്നു വന്നപ്പോൾ. പ്രഷർ ഉണ്ടായിരുന്നു, പ്രമേഹം ഉണ്ടായിരുന്നു. അതിൻ്റെ മരുന്നുകൾ പോലും ആദ്യ ദിവസം തന്നെ നിർത്തി. ഇവിടെ വന്ന് നവജീവനത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ പ്രഷറിനും പ്രമേഹത്തിനുമുള്ള മരുന്നുകളെല്ലാം മാറ്റിവെച്ചു. കാലിനൊക്കെ നീരും ഉണ്ടായിരുന്നു. അതെല്ലാം മരുന്നുകളും കാലിൽ നീര് വരാൻ കാരണം എന്താ? ഇത്രയധികം മരുന്ന് കഴിച്ച് കിഡ്നിക്ക് ലോഡായതുകൊണ്ടാണ് കാലിൽ നീര് വന്നത്, അല്ലേ? ആ കാലിൽ നീരിപ്പോൾ ഉണ്ടോ? ആ കാലൊന്ന് കാണിച്ച്, അദ്ദേഹത്തിൻ്റെ കാലൊന്ന് കാണിച്ച്. ഉണ്ടോ? ഇപ്പോൾ നീരുണ്ടോ? ഇല്ല. അപ്പോൾ മരുന്നുകൾ ഒഴിവാക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നീരൊക്കെ ഇല്ലാണ്ടായത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് ലോകത്തോട് പറയാനുള്ളത് എന്താണ്? ഇന്നത്തെ
അധിക രോഗങ്ങൾക്കും കാരണം ഉം. തെറ്റായ ജീവിത രീതിയും തെറ്റായ ഭക്ഷണശീലവുമാണ്. ആ അത് ശരിയായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഉം. എന്താണെന്ന് മനസ്സിലാക്കി അത് അനുവർത്തിച്ചാൽ ഇന്നുള്ള രോഗങ്ങളിൽ ഭൂരിപക്ഷവും ഒഴിവാക്കി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നതാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. താങ്കൾ മനസ്സിലാക്കിയത് അതാണ്. അത് വലിയൊരു സന്ദേശമാണ്. അതായത് ഇദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ രോഗാവസ്ഥകളുടെ ഭൂരിപക്ഷവും ജീവിതശൈലി മാറ്റത്തിലൂടെ അപ്രത്യക്ഷമാകും എന്നാണ്, അല്ലേ? അതെ, അത് പൂർണ്ണമായും ശരിയാണ്. പക്ഷേ നവജീവനത്തിൻ്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം രോഗമെന്നല്ല, 100% രോഗങ്ങളും ജീവിതശൈലിയുടെ മാറ്റത്തോടുകൂടി ഇല്ലാണ്ടാക്കി കൊടുക്കാൻ കഴിയും. ശരീരത്തെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ച ചികിത്സാരീതികൾ നമ്മളെ എത്തിച്ചേർത്ത അവയവനാശങ്ങൾ ഒഴികെ, അവയവങ്ങൾ അങ്ങ് നശിച്ചു പോയി ഇനി രക്ഷയില്ല എന്ന അവസ്ഥ ഒഴികെയുള്ള എല്ലാ രോഗാവസ്ഥകളും ജീവിതശൈലിയുടെ മാറ്റത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ് നവജീവനത്തിൻ്റെ അഭിപ്രായം. താങ്കൾ ആ അഭിപ്രായത്തിലേക്ക് എത്തുമെന്ന്, ഭാവിയിൽ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു, അല്ലേ? ഇവിടെ വന്നപ്പോൾ ചിരിക്കാൻ പോയിട്ട് നേരെ ഒന്ന് വർത്തമാനം പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്, ഇത് മഞ്ഞുകാലമാണ്, അല്ലേ? ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് ഒരു ശ്വാസകോശ രോഗിക്ക് ഈ ഓപ്പൺ എയറിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ നമ്മളുടെ തെറ്റായ ധാരണകളെ തിരുത്തുന്ന ഒന്നാണ്, അല്ലേ? അങ്ങനെയല്ലേ താങ്കൾക്ക് തോന്നുന്നത്? അതെ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന്, താങ്കൾക്കിപ്പോൾ എത്ര വയസ്സായി? 77 വയസ്സുള്ള ഒരാളാണ്. ഈ ജീവിതശൈലി മാറ്റം എന്നൊക്കെ പറയുന്നത് അതൊക്കെ യുവാക്കളായിരിക്കുമ്പോഴോ കൗമാരപ്രായത്തിലോ ഒക്കെ മാത്രമേ ഒരു ശീലത്തെ മാറ്റാൻ കഴിയൂ എന്ന ഒരു ഈ പണ്ഡിത മതമുണ്ട്. അല്ലാതെ നമ്മുടെ ഒരു ശൈലികളെയും മാറ്റാൻ കഴിയില്ല. അദ്ദേഹത്തിന് പ്രായമായില്ലേ, ഇനി ആ ശൈലിയിൽ തന്നെ അങ്ങ് ജീവിക്കട്ടെ എന്നാണ് എല്ലാവരും പറയുക, അല്ലേ? ഇവിടെ വന്നപ്പോൾ ഈ 77-ാം വയസ്സിൽ ശൈലി മാറ്റിയില്ലേ? അതിന് സാധ്യമായില്ലേ? എന്താ കാരണം? ശൈലി മാറ്റാൻ കാരണം എന്താ? സാധ്യമായത് നമ്മുടെ ഭക്ഷണ രീതിയെ മാറ്റിയത് കൊണ്ടാണ്. പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട്, അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. വീട്ടിലിരിക്കുമ്പോൾ അറിയില്ല. നമ്മുടെ ഇന്നത്തെ മലയാളികളുടെ ഒരു 90% പേരുടെ അവസ്ഥ അറിവില്ല എന്ന അറിവ് ഇല്ലാതിരിക്കുക എന്നതാണ്. അറിവില്ലെന്നറിയില്ല. എല്ലാവരുടെയും വിചാരം ഞങ്ങൾക്ക് അറിവൊക്കെ ഉണ്ട്, കാരണം നമ്മളെല്ലാം പള്ളിക്കൂടത്തിൽ പോയതാണ്, അല്ലേ? പഠിച്ചവരല്ലേ നമ്മളെല്ലാം. അപ്പോൾ പിന്നെ അറിവില്ലെന്ന് പറയുന്നത് ശരിയാണോ എന്ന് കരുതി എല്ലാവരും അറിവുള്ളവരായി ഭാവിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. തെറ്റായ അറിവുകളെ പിന്തുടർന്ന് പോവുക. ശ്വാസകോശ രോഗം വന്നാൽ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല എന്ന തെറ്റായ അറിവിനെ പിന്തുടരുക. അപ്പോൾ ആ അറിവില്ലെന്ന തിരിച്ചറിവാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്, അല്ലേ? ആ അറിവില്ലെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ ഒരാൾക്ക് അറിവ് നേടാൻ കഴിയൂ. കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുടം ഒന്ന് തിരിച്ചു വെക്കണ്ടേ? അങ്ങനെ തിരിച്ചു വെക്കുന്ന അവസ്ഥയാണ് ഇവിടെ വന്നാൽ ലഭിക്കുക, അല്ലേ? ആ ഒരു ബോധനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ട് ആ തിരിച്ചറിവിൽ ജീവിക്കുക എന്നതാണ് നവജീവനത്തിൻ്റെ പ്രത്യേകതയായി ഇവിടെ വരുന്ന എല്ലാവരും സാക്ഷ്യപ്പെടുത്താറുള്ളത്. താങ്കൾക്കും അതുതന്നെയാണോ തോന്നുന്നത്? അതെ, തീർച്ചയായിട്ടും. 77 വർഷത്തെ ജീവിത അനുഭവങ്ങളെ പാടെ തിരുത്തിക്കൊണ്ട് പുതിയ ഒരു ജീവിതശൈലിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? താങ്കൾക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് കയറാൻ കഴിയുമായിരുന്നോ? ഇല്ല, കഴിയില്ല. ഈ ഓപ്പൺ എയറിൽ ഇവിടെ എത്തിച്ചേർന്നത് എത്ര സ്റ്റെപ്പ് കയറിയിട്ടാണ്? ഒരു 24 സ്റ്റെപ്പ് കയറിയിട്ടാണ്, അല്ലേ? അതും സാധാരണ സ്റ്റെപ്പല്ല, കുറച്ചധികം പൊക്കമുള്ള സ്റ്റെപ്പ് ചവിട്ടി കയറിയിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ ഓപ്പൺ എയറിൽ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം സാധ്യമായി. പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റി. തണുപ്പ് ഭക്ഷണങ്ങളെന്ന് പറയുന്ന പഴവർഗ്ഗങ്ങളെ ഭക്ഷണമാക്കി കഴിക്കാൻ കഴിയുന്നു.
അല്ലേ? ഇതെല്ലാം സാധ്യമായ ഇദ്ദേഹത്തിന് തുടർന്നുള്ള ആരോഗ്യ ജീവിതം, നവജീവനം ആശംസിക്കുകയാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയുള്ളത് ഇത് എന്നോട് കൂടെയുള്ളത് എൻ്റെ സഹോദരിയാണ്, ലീലാമ്മ. ലീലാമ്മ. ആ എന്നെ ശുശ്രൂഷിക്കാനും ഒപ്പം ആ അവളുടെ ചില രോഗങ്ങൾക്ക് ചികിത്സയ്ക്കും കൂടിയാണ് അവളൊപ്പം വന്നത്. ആ അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ സഹോദരി ലീലാമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ലീലാമ്മ നമസ്കാരം. ഇപ്പം 24 ദിവസമായി ഇവിടെ എത്തിയിട്ട്, അതെ അല്ലേ? അതെ. എന്നിട്ട് ലീലാമ്മയ്ക്ക് എന്താണ് ഇവിടുത്തെ അനുഭവം? ഇദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് വന്ന സമയത്ത് ഒരു കൊട്ട രോഗാവസ്ഥകളുമായിട്ടാണ് ഇവിടെ എത്തിയത്, അതെ അല്ലേ? അതെ. കാരണം ഇപ്പോൾ ബൈസ്റ്റാൻഡർമാരാണ് രോഗികളെക്കാൾ വലിയ രോഗികളായിട്ട് ഉണ്ടാവുക. രോഗികളില്ലാത്തവർക്ക് ബൈസ്റ്റാൻഡറായി വരാൻ അങ്ങനെ ഒരാളെ കിട്ടില്ലല്ലോ ഇവിടെ, ഇല്ലേ? എവിടെയെങ്കിലും ഏതെങ്കിലും ആൾക്ക് രോഗമില്ലാത്ത ഒരാളെയും കൊണ്ട് ബൈസ്റ്റാൻഡർ ആകാൻ പറ്റുമോ? ആ പറഞ്ഞ രോഗം ചിലപ്പോൾ ഉണ്ടാവില്ല. മറ്റ് പല രോഗങ്ങളും കൊണ്ട് ഇപ്പോൾ ആശുപത്രികളിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ള ബുദ്ധിമുട്ട് അതാണ്. ബൈസ്റ്റാൻഡർമാർക്ക് ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ കൂട്ടിരിപ്പുകാരായി വന്ന് വലിയ രോഗികളായിട്ട് മാറേണ്ടി വരുന്നു. എല്ലാ ആശുപത്രികളുടെയും ഒരു അനുഭവമാണ്. ഇവിടെ വന്നപ്പോൾ അങ്ങനെയാണോ? അല്ല, എൻ്റെ രോഗം കുറേ മാറുകയുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ പ്രഷറിനുള്ള മരുന്ന്, ഷുഗറിനുള്ള മരുന്ന്, കൊളസ്ട്രോളിനുള്ള മരുന്ന്, പിന്നെ നെഞ്ചിടിപ്പിന് കുറയാനുള്ളൊരു മരുന്ന്. അതുകൂടാതെ വർഷങ്ങളോളം ഞാനൊരു ആസ്മാരോഗിയായിരുന്നു. അപ്പോൾ ആസ്മയ്ക്കുള്ള മരുന്നെല്ലാം കഴിച്ച് ആസ്മ കുറഞ്ഞിരുന്നു. പക്ഷേ പ്രിക്കോഷനായിട്ട് ഞാൻ എപ്പോഴും ഒരു ഫെറാക്കോട്ട് 200 എന്നുള്ളൊരു മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നത്, രാത്രി സ്പ്രേ ആയിട്ട്. അതിവിടെ വന്ന ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞു മരുന്നെല്ലാം നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ പേടിയോടുകൂടിയാണ് സ്പ്രേ നിർത്തിയത്. മറ്റെല്ലാം പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്നോർത്തു, നാളെ മരുന്ന് കൂടിയാൽ കഴിക്കാമല്ലോ എന്നോർത്തു. അപ്പോൾ സ്പ്രേ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആസ്മ ശക്തിയായ പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നിർത്തി. പക്ഷേ 24 ദിവസമായിട്ട് ആസ്മയുടെ പ്രശ്നങ്ങളോ ഇല്ല. ഡെയിലി ഷുഗർ കുറഞ്ഞു വരുന്നു, പ്രഷർ കുറഞ്ഞു വരുന്നു, കൊളസ്ട്രോൾ കൂടുതലായിട്ടൊന്നും പിന്നെ നോക്കിയില്ല, കൊളസ്ട്രോളും പ്രശ്നങ്ങളും ഇല്ല. സന്തോഷമായിട്ട് നിൽക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ ഡോക്ടർമാരുടെ സമീപനം. സാധാരണ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ രാവിലെ ഒരു അഡ്മിഷൻ്റെ സമയത്തൊന്ന് വന്ന് മരുന്ന് കുറിച്ചങ്ങ് പോകും. പിന്നെ ഡോക്ടറും രോഗിയുമായിട്ടൊരു ബന്ധമില്ല. ഇവിടെയെന്ന് പറഞ്ഞാൽ ഡോക്ടറും രോഗികളുമായിട്ട് നല്ല ബന്ധം. ഒരു രോഗിയുടെ സർവ്വകാര്യങ്ങളും ആ ഡോക്ടർക്ക് അറിയാം. പിന്നെ നമ്മളിപ്പോൾ ഉപവാസം എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വയറിളകോ ഛർദ്ദിയോ ഞങ്ങളൊന്നും ഇപ്പോൾ പേടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഞാനല്ലേ ഇവിടെ ഉള്ളത്, നിങ്ങൾ പേടിക്കണ്ടെന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തും. അതുപോലെ ഡോക്ടറുടെ ഭാര്യ ബിന്ദുമാടായാലും വളരെ സ്നേഹത്തോടെ ഓടി നടന്നുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ശുശ്രൂഷിക്കാൻ വലിയൊരു അത്ഭുതമാണ് അത് കാണുമ്പോൾ തന്നെ. അത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ ഡോക്ടർമാർ. അതായത് ശ്രീ ലീലാമ്മയ്ക്ക് ഈ സമൂഹത്തിന് ഇതൊക്കെ ഇന്ന് വലിയ അത്ഭുതമാണ്. ഒരു കാര്യോടെ എൻ്റെ സഹോദരൻ തീരെ വയ്യാത്ത ഒരാളെ ഈ ഡോക്ടർ എങ്ങനെയാണ് കരുതിയതെന്ന് ഓർക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ, വീട്ടിലെ ഞങ്ങൾ തുടയ്ക്കാറേ ഉണ്ടായിരുന്നുള്ളൂ സഹോദരനെ. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കുളിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ശ്വാസം മുട്ടൽ ചൂടുവെള്ളത്തിലല്ലേ കുളിച്ചോണ്ടിരുന്നത്? അതെ, പക്ഷെ അതുപോലും സാധിക്കുന്നില്ല. ശ്വാസം മുട്ടൽ കുളിക്കുന്നില്ലായിരുന്നു, തുടപ്പിക്കുന്നേ ഉള്ളൂ, ചൂടുവെള്ളം മുക്കി തുടയ്ക്കുക. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഡോക്ടറാണ് എൻ്റെ സഹോദരനെ കുളിപ്പിച്ച്. ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു ഡോക്ടറുടെ, ഞങ്ങൾക്ക് തന്നെ എന്തോ ആയിപ്പോയി, ഒരു ഡോക്ടറുടെ കൈകൊണ്ട് ഒരു രോഗിയെ കുളിപ്പിക്കുന്ന ചരിത്രം. ഡോക്ടറും രോഗിയും തമ്മിലുള്ള അകലം അതൊക്കെ ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. വൈദ്യന്മാര് ഡോക്ടർമാരൊക്കെ ഈ പറഞ്ഞ എല്ലാ ശുശ്രൂഷകളും ചെയ്തിരുന്നത്. ശുശ്രൂഷകനാണ് ഡോക്ടർ. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ രോഗം മാറ്റുന്നവൻ എന്നേ ഉള്ളൂ. അനുഭവങ്ങൾ അങ്ങനെയല്ലല്ലോ. പക്ഷെ ഇത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിപ്പോയി ഇതെല്ലാം. അതായത് അത്ഭുതമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണം. ഇവർക്ക് ഇവിടെ വന്നപ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം എന്താ, ശരിയായ കാര്യങ്ങൾ ഇന്ന് ലോകം വീക്ഷിക്കുന്നത് അത്ഭുതത്തോടെയാണ്. കാരണം തെറ്റുകൾ മാത്രമാണ് നമ്മൾ ചുറ്റിനും കാണുന്നത്.
ആ തെറ്റിനിടയിൽ ശരി കാണുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നുന്നു. യഥാർത്ഥത്തിൽ അത് അത്ഭുതമല്ല. ഇവിടെ ഒരത്ഭുതവും സംഭവിച്ചിട്ടില്ല. പ്രകൃതിയുടെ ജീവൻ്റെ ശരിയായ നിയമമാണ് ഇവിടെ പാലിക്കപ്പെടുന്നത്. അതിൽ നമ്മൾ അത്ഭുതപ്പെടണോ? ഒരു ശരിയായ കാര്യം നടക്കുന്നതിന് അത്ഭുതപ്പെടണോ? വേണ്ട. ഇനി മുതൽ അത്ഭുതം വേണ്ട. ഇതാണ് അത്ഭുതമല്ലാത്ത കാര്യങ്ങൾ. നമ്മൾ അത്ഭുതപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതപ്പെടേണ്ടത്. അല്ലാതെ ശരിയായതിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ അത്ഭുതപ്പെടുകയല്ല വേണ്ടത്. മറിച്ച് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ സമൂഹത്തെ അറിയിക്കുകയാണ് വേണ്ടത്. പിന്നെന്തെങ്കിലും പറയാനുണ്ടോ ലീലാമ്മയ്ക്ക്? പിന്നെ ഞങ്ങളുടെ ജീവിതശൈലി തെറ്റായിരുന്നു. ഞങ്ങൾ നോൺ വെജ് എല്ലാം കഴിച്ച് മിക്കവാറും അസുഖങ്ങളും കാര്യങ്ങളും ഇട്ട് നടന്നു. പക്ഷെ ഇപ്പോൾ നോൺ വെജ് മാത്രമാണോ കുഴപ്പം? അല്ല, കൂടുതൽ പിന്നെ ഉപവസിക്കാറില്ല. ഇവിടെ വന്നപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഉപവസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജീവിതശൈലി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇനി വീട്ടിൽ പോയിട്ടും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും അതുപോലെ ആഴ്ചയിലൊരിക്കൽ ഉപവസിക്കാനും അങ്ങനെ പൂർണ്ണമായിട്ട് ഇനി ഒരിക്കലും മരുന്നില്ലാതെ ഞങ്ങളുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഏതായാലും വിശ്വാസമില്ലാതെ ഒന്നും സാധ്യമാവില്ല. നമ്മൾ വിശ്വസിക്കാതെ ഒരു കാര്യവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. നമുക്ക് ഇവിടെ വന്നപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നു. അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസത്തിൽ ഇപ്പോൾ കുറവുണ്ടെന്നാണ്. ആ കുറവും കൂടി ഇനി പരിഹരിക്കണം. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി മുതൽ ജീവിക്കാൻ. അപ്പോൾ അത്ഭുതങ്ങളെ മാറ്റിവെക്കുക. അതുപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് മരുന്നുകളോ ചികിത്സകളോ എന്തെങ്കിലും ഇവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല, പൂർണ്ണമായിട്ടും ഇല്ല. മറിച്ച് ഞങ്ങൾ ഉള്ള മരുന്നുകളെ നിർത്തി നിർത്തിവെച്ചു അല്ലേ? അപ്പോൾ മരുന്ന് നിർത്തുക എന്ന് പറഞ്ഞാൽ അയ്യോ, പ്രകൃതി ചികിത്സകർക്ക് പോലും ഭയമാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റാൻ കഴിയില്ല. മറിച്ച് അതിൻ്റെ അളവ് കുറച്ച് ഘട്ടം ഘട്ടമായി മാസങ്ങൾ കൊണ്ടാണ് സാധാരണഗതിയിൽ ആളുകൾ മരുന്നുകൾ നിർത്തിവെക്കുക അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ മരുന്ന് നിർത്തിയത്. എന്തുകൊണ്ടാണ്? രോഗം ശത്രുവല്ല മിത്രമാണെന്ന ബോധം ആണ് അതിന് കാരണം. രോഗം വരുന്നത് ശരീരത്തിനുണ്ടായ അപകടങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി ശരീരം തന്നെ ചെയ്യുന്ന ഒരു ജീവപ്രക്രിയയാണ് രോഗങ്ങൾ. രോഗങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. അപ്പോൾ ആ മിത്രങ്ങളെ നമ്മൾ തടഞ്ഞു വെക്കേണ്ടതുണ്ടോ? മണ്ടന്മാരല്ലേ അങ്ങനെ ചെയ്യുക. ആ മണ്ടത്തരമാണ് ലോകത്തുള്ള എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ വൈദ്യശാസ്ത്രങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നു. ഇവിടെ പൂർണ്ണമായും മാറ്റിവെക്കുന്നു വൈദ്യശാസ്ത്രങ്ങളെ. എന്നിട്ട് ജീവിതശൈലിയെ പരിഷ്കരിക്കുന്നു. ആ ജീവിതശൈലി പരിഷ്കരണത്തിലൂടെ ശരിയായ ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് സുഖകരമായ ഒരു ജീവിതം സാധ്യമാകും എന്ന പഠന കേന്ദ്രമാണ് നവജീവനം നേച്ചർ ലിവിങ് ഹോം. ആ നേച്ചർ ലിവിങ് ഹോമിൻ്റെ ഇവിടെ വന്ന അനുഭവങ്ങൾ പങ്കുവച്ച ശ്രീ മത്തായിക്കും ലീലാമ്മയ്ക്കും നവജീവനത്തിൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.